ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ത്തിലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ രക്ത് ഓർ ഹമാര ശരീർ എന്ന അധ്യായമാണ് വായിക്കാൻ പോകുന്നത്. എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. रक्त और हमारा शरीर. दिव्या अनिल की छोटी बहन है. यूँ तो वह शुरू से ही कमज़ोर है, लेकिन इधर कुछ दिनों से उसे हर समय थकान महसूस होती रहती है. അപ്പോൾ ദിവ്യ അനിലിൻ്റെ അനിയത്തിയാണ്. സാധാരണയായിട്ട് ദിവ്യ കുഞ്ഞു പ്രായത്തിൽ, അതായത് പണ്ട് മുതൽക്കേ കംസോറാണ്, അതായത് വീക്കാണ്. പക്ഷേ ഈടായിട്ട് എന്താ സംഭവിക്കുന്നത്? ഹർ സമയ് थकान महसूस होती रहती है. थकान ക്ഷീണം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിക്ക് ക്ഷീണം തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. मन किसी काम में नहीं लगता. भूख भी पहले से कम हो गई है. ഒന്നും ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ല ആ കുട്ടിക്ക് അല്ലേ. ഭൂഖ് ബി പഹലെ സേ ഹി കം ഹോ ഗയ. ആദ്യം മുതലേ ഇപ്പോൾ പണ്ടത്തേക്കാൾ വിശപ്പ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. अस्पताल में उसे डॉक्टर ने देखा तो कहा, लगता है दिव्या के शरीर में रक्त की कमी हो गई है, जांच कराकर देखते हैं. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ ദിവ്യക്ക് വീക്ക്നെസ് വരാൻ കാരണം ഹീമോഗ്ലോബിൻ്റെ കുറവ് അല്ലേ, എന്താ രക്തത്തിൽ എന്തോ കുറവുണ്ട്, അത് ഒന്ന് ജാഞ്ച് കറാക്കർ ദേഖ്തേ ഹൈ, ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ യഹ് കേക്കർ ഉനോനെ ദിവ്യ കോ രക്ത കി ജാഞ്ച് കെ ലിയെ പാസ് കെ കമറെ മേ ഭേജ് ദിയ. ഇത് ഡോക്ടർ എന്താ പറഞ്ഞത്? ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അടുത്ത മുറിയിൽ ബ്ലഡ് ടെസ്റ്റിനായിട്ട് അയച്ചു. വഹാ അനിൽ കോ അപ്നി ഹി ജാൻ പഹചാൻ കി ഡോക്ടർ ദീദി ദിഖായി ദി. അവിടെ അനിലിന് പരിചയമുള്ള അല്ലെ, ജാൻ പഹചാൻ എന്ന് പറഞ്ഞാൽ പരിചയമുള്ള ഒരു ഡോക്ടർ ദീദി അവിടെ ഉണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത്. ഡോക്ടർ ദീദിനെ കഹാ, കഹോ അനിൽ കേസെ ആനാ ഹുവാ. അപ്പോൾ ഡോക്ടർ ദീദി എന്താ പറഞ്ഞ്? അനിൽ എങ്ങനെ, എന്താ വരാൻ കാരണം എന്ന് ചോദിച്ചു. അനിലിനെ ബത്തായ कि डॉक्टर ने दिव्या को खून की जांच के लिए आपके पास भेजा है. അപ്പോൾ ഡോക്ടർ ഞങ്ങളെ ബ്ലഡ് ടെസ്റ്റിനായിട്ട്, ദിവ്യയുടെ ബ്ലഡ് ടെസ്റ്റിനായിട്ടാണ് ചേച്ചിയുടെ അടുത്ത് അയച്ചിരിക്കുന്നത് എന്ന് അനിൽ പറഞ്ഞു. इतना सुनते ही डॉक्टर दीदी ने दिव्या की उंगली से रक्त की कुछ बूंदें एक छोटी सी शीशी में डाल दी और स्लाइड पर लगा दी. फिर अनिल से बोली, अनिल तुम कल अस्पताल से रिपोर्ट ले जाना. അപ്പോൾ ഡോക്ടർ ദീദി എന്താ ചെയ്തത്? ഇത് കേട്ടപ്പാടെ ദിവ്യയുടെ കൈവിരലിൻ്റെ അറ്റത്ത് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ എന്താ ചെയ്യാറ്? ഒരു ചെറിയ പിന്നുകൊണ്ട് ഇങ്ങനെ കുത്തും. അപ്പോൾ ചോര ഇങ്ങനെ ഡ്രോപ്സ് വരത്തില്ലേ, അതൊരു കുപ്പിയിലോട്ട് മാറ്റി, പിന്നെ ആ കുപ്പിയിൽ നിന്നും ഒരു സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു നേരിയ ഒരു ഷീറ്റ് പോലെ ചെറിയൊരു സ്ലൈഡ് അല്ല, ആ സ്ലൈഡിൽ ആ ബ്ലഡിൻ്റെ ഡ്രോപ്പ് ഇട്ടിട്ട് അതിന് ശേഷം അവിടെ ബ്ലഡ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക? മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഈ സ്ലൈഡ് വെച്ചിട്ടാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറ്. അങ്ങനെ ആ ബ്ലഡ്, അതായത് ബൂന്തയും അല്ലേ, രക്തക്ക് കുച്ച് ബൂന്തയും, ചോരയുടെ കുറച്ച് തുള്ളികൾ എടുത്തിട്ട് ആണ് ചേച്ചി എന്താ ചെയ്തത്? ചോട്ടി ശീശിവ ഒരു ചെറിയ കുപ്പിയിലിട്ട് പിന്നെ അതിൽ നിന്നും സ്ലൈഡിലും എടുത്തിട്ട് പിന്നെ അനിലിനോട് പറഞ്ഞു, അനിൽ തും കൽ അസ്പതാൽ സെ റിപ്പോർട്ട് ലേ ജാന. നാളെ വന്നിട്ട് റിപ്പോർട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. अगले दिन अस्पताल पहुंचकर अनिल ने डॉक्टर दीदी के कमरे के दरवाजे पर दस्तक दी. അപ്പോൾ अस्पताल അടുത്ത ദിവസം എത്തി അല്ല, ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അടുത്ത ദിവസം ചേച്ചിയുടെ കഥകിൽ അല്ലേ ഇങ്ങനെ കൊട്ടി, ഹോസ്പിറ്റലിൽ ചേച്ചിയുടെ കഥകിൽ ഇങ്ങനെ കൊട്ടി. ദസ്തക് ദേന എന്ന് പറഞ്ഞാൽ കൊട്ടുക, കൊട്ടുന്ന സൗണ്ട് അല്ലേ, ദസ്തക് ദി. അപ്പോൾ ഭീത്തർ സെ ആവാസായി ആ ജാओ. അനിലിനെ കമറേ പ്രവേശ് കിയ. അപ്പോൾ വരാനായിട്ട് പെർമിഷൻ കൊടുത്തു. അപ്പോൾ അനിൽ മുറിയിലോട്ട് പ്രവേശിച്ചു. अंदर प्रवेश करते ही അവിടെ എന്താ കണ്ടത്? तो पाया डॉक्टर दीदी सूक्ष्मदर्शी द्वारा एक स्लाइड की जांच कर रही थी. ഡോക്ടർ ദീദി എന്താ ചെയ്യുന്നത്? എന്താ കണ്ടത്? സൂക്ഷ്മദർശി എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പ് അല്ലേ, മൈക്രോസ്കോപ്പിലൂടെ ഒരു സ്ലൈഡ് ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. മൈക്രോസ്കോപ്പിലൂടെ എന്തൊക്കെ കാണാം? ചെറിയ ചെറിയ കണങ്ങൾ അല്ലേ, സെൽസും പിന്നെ ഇത് എന്താ വലിയ ഞങ്ങളുടെ കണ്ണുകളുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ബാക്ടീരിയ, സെൽസ്, അതെല്ലാം അതിൽ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ലാബിലൊക്കെ മൈക്രോസ്കോപ്സാണോ ഉപയോഗിക്കാറില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഡോക്ടർ ദീദിയും എന്താണ് ചെയ്യുന്നത്? എന്തോ ടെസ്റ്റ് ചെയ്യുകയാണ്. ഈ മൈക്രോസ്കോപ്പിൻ്റെ താഴെ സ്ലൈഡ് വെച്ചിട്ട്
ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ദീദി के इशारे से वह पास रखी एक कुर्सी पर बैठ गया. ദീദി ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ കാണിച്ചു അല്ലേ, ഇരിക്കാനായിട്ട് ഇഷാര ഇങ്ങനെ കാണിച്ചു. അപ്പോൾ കാണിച്ചു തന്നപ്പോൾ അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു. बैठ गया. स्लाइड की जांच पूरी होने पर डॉक्टर दीदी ने साबुन से हाथ धोए और तौलिए से पोंछती हुई बोली. ഡോക്ടർ ദീദിയുടെ അവിടുത്തെ സ്ലൈഡ് ചെക്ക് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കൈയൊക്കെ കഴുകി തോലി, അതായത് തോർത്തുകൊണ്ടൊക്കെ കൈയൊക്കെ തുടച്ച് എന്താ പറഞ്ഞത് അനിലിനോട്? ദിവ്യാക്കോ എനിമിയ ഹേ എന്ന് പറഞ്ഞു. അതായത് എനിമിയാണ് ദിവ്യക്ക്. ചിന്ത കി ബാത് നഹി കുച്ച് ദിൻ ദവാ ലേഗി തോ ഠീക്ക് ഹോ ജായേഗി എന്നും പറഞ്ഞു. അതായത് വിഷമിക്കാനൊന്നുമില്ല, ടെൻഷൻ എടുക്കാനില്ല, അനീമിയ മരുന്ന് കൊണ്ട് മാറുന്നതാണല്ലേ, കുറച്ച് ദിവസം മരുന്ന് എടുക്കുമ്പോഴേക്കും അനീമിയ മാറിക്കോളും എന്ന് ഡോക്ടർ ദീദി പറഞ്ഞു. അനിൽ കെ മൻ മേ ജിജ്ഞാസ ഹുയി. വ ബോല ദീദി എക് സവാൽ പൂച്ചു. അപ്പോൾ അനിലിൻ്റെ മനസ്സിലാണെങ്കിലോ അറിയാനുള്ള ആഗ്രഹം അല്ലേ, അനീമിയ എന്താണെന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഹാ ഹാ ക്യൂ നഹി, ഡോക്ടർ ദീദി കഹാ, തീർച്ചയായും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. എനിമിയ സെ ആപ്കാ ക്യാ മത്ലബ് ഹെ ദീദി, ഉസ്നെ പൂച്ച. ഈ എനിമിയ എന്താണ്, എനിമിയ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ അനീമിയ എന്ന് ചോദിച്ചു. യേ ജാനനെ കെ ലിയേ തുമേ രക്ത കെ ബാരെ മേ ജാനനാ ഹോഗാ. അപ്പോൾ ഇതറിയണമെങ്കിൽ, അതായത് അനീമിയെ പറ്റി അറിയണമെങ്കിൽ രക്തത്തെ പറ്റി മുഴുവനായിട്ടുള്ള അറിവ് വേണം അല്ലേ. അപ്പോൾ അത് പറയാൻ തുടങ്ങി, ദീദി എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി അതിനെപ്പറ്റി. फिर बोली, अनिल देखने में रक्त लाल द्रव के समान दिखता है, किंतु इसे सूक्ष्मदर्शी द्वारा देखें तो यह भानुमति के पिटारे से कम नहीं. അപ്പോൾ ദ്രവമല്ല, ഇങ്ങനെ ലിക്വിഡായിട്ടാണ്, റെഡ് കളറിൻ്റെ ലിക്വിഡായിട്ടാണ് രക്തം കാണുക അല്ലേ. പക്ഷേ അതിലെന്തൊക്കെയുള്ള, അതിൽ കുറേ കാര്യങ്ങളുണ്ട്, ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ടാണ് ഭാനുമതി ക പിട്ടാര എന്ന് ചേച്ചി പറയുന്നതിന്. കാരണം ഭാനുമതിയുടെ പിട്ടാരയിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്, വെറൈറ്റി അല്ലേ. അപ്പോൾ അതുപോലെയാണ് ഈ രക്തവും, അതായത് ഈ രക്തത്തിൽ കുറേ സാധനങ്ങളുണ്ട് എന്നാണ് ചേച്ചി പറയുന്നത്. मोटे तौर पर इसके दो भाग होते हैं. एक भाग वह जो तरल है जिसे हम പ്ലാസ്മ कहते हैं. അപ്പോൾ രണ്ട് ഭാഗങ്ങൾ ഏകദേശം പറയുകയാണെങ്കിൽ അല്ലേ, ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഈ രക്തത്തിന്. അപ്പോൾ എന്താണ് പ്ലാസ്മ എന്നും, പിന്നെ വേറൊരു ഭാഗത്ത് എന്തൊക്കെയാണുള്ളത്, കുറേ छोटे बड़े कई तरह के कण होते हैं. കുറേ സെൽസ് ഉള്ള ഒരു പോർഷൻ ഉണ്ട് അല്ലേ. അതിൽ റെഡ് കളറിൻ്റെയും വൈറ്റ് കളറിൻ്റെയും ഒക്കെ സെൽസ് ഉണ്ട്, വൈറ്റ് സെൽസും റെഡ് ബ്ലഡ് സെൽസും അവിടെ ഉണ്ട്. കുച്ച് ऐसे जिनका कोई रंग नहीं, കുറച്ച് കണങ്ങൾക്കൊക്കെ കളറുമില്ല അല്ലേ. അപ്പോൾ ജിനെ ബിംബാണു कहते हैं, അതായത് പ്ലേറ്റ്ലെറ്റ്. ബിംബാണു എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സ്, റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും പിന്നെ പ്ലേറ്റ്ലെറ്റ്സ്, അതൊക്കെയാണ് ഈ രക്തത്തിൻ്റെ വേറൊരു പോർഷനിൽ കാണാൻ പറ്റുന്നത് അല്ലേ, കാണാൻ സാധിക്കുന്നത്. ഒരു വശത്ത് പ്ലാസ്മയും പിന്നെ പ്ലാസ്മയുമുണ്ട്, പിന്നെ റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും വേറൊരു ഭാഗത്ത്. അപ്പോൾ ഇतना कहकर डॉक्टर दीदी ने सूक्ष्मदर्शी के नीचे एक स्लाइड लगाई, उसे ഫോക്കസ് കിയ ഓർ ബോലി. അങ്ങനെ അത് പറഞ്ഞു എന്താ ചെയ്തത്, സ്ലൈഡ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ ഫിക്സ് ചെയ്തിട്ട് അതിലൂടെ എന്താണ് ഫോക്കസ് ചെയ്തു. ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലോണം ഇങ്ങനെ മുമ്പോട്ടും പിറകിലോട്ടും ആക്കിയിട്ട് അതിങ്ങനെ നല്ലോണം ഫോക്കസ് ചെയ്ത് കാണാൻ ആവുന്ന തരത്തിൽ വെക്കുക അല്ലേ. ഫോക്കസ് കിയ और बोली, देखो अनिल, सूक्ष्मदर्शी द्वारा जो कण तुम्हें दिखाई दे रहे हैं ये हैं लाल रक्त कण. അങ്ങനെ ഓരോന്നും കാണിക്കാൻ തുടങ്ങി. ദിനേശിന് കാണിച്ചിട്ട് അനിലിന് കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തരാൻ തുടങ്ങി. ഇതാണ് മൈക്രോസ്കോപ്പിലൂടെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ സെൽസ്, കാണുന്ന സെൽസ് എന്താണ്, ലാൽ രക്ത കൺ അല്ലേ, റെഡ് ബ്ലഡ് സെൽസാണ് കാണാൻ സാധിക്കുന്നത് എന്ന് ചേച്ചി കാണിച്ചു തന്നു. സ്ലൈഡ് ദേഖ് മാനോ ആശ്ചര്യസേ ഉച്ഛൽ പടാ ഥാ അനിൽ. അപ്പോൾ സ്ലൈഡ് കണ്ടപ്പോൾ അനിലിന് എന്താണ് ആശ്ചര്യമാണ് തോന്നിയത്. ആശ്ചര്യം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി, ആ രീതിയിൽ അത്രയ്ക്ക് അതിശയം തോന്നി എന്നാണ് പറയുന്നത്. രക്തക്ക് ഏക് ബൂന്തുമേ ഇത്രയും സാരേ കൺ. എന്താണ് അതിശയം തോന്നാൻ കാരണം, ഒരു ചെറിയ തുള്ളി രക്തത്തിൽ ഇത്രയും അധികം സെൽസ് അല്ലേ, ഇത്രയും അധികം കോശങ്ങളുണ്ടോ. ഇസ്കി തോ വ കൽപ്പന ഭി നഹീ കർ സക്താ ഥാ. അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കാൻ പോലും സാധിക്കത്തില്ലായിരുന്നു, ആ രീതിയിലായിരുന്നു അല്ലേ. കൽപ്പന എന്ന് പറഞ്ഞാൽ ഇമാജിൻ. വ ബോല, ഇനി ദേഖർ തോ ऐसा लग रहा है मानो बहुत सी छोटी छोटी बालूशाही रख दी गई हो. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താ തോന്നിയത് അനിലിന്,
കുഞ്ഞു കുഞ്ഞ് ബാലുഷായി അല്ലേ. ബാലുഷായി എന്ന് പറഞ്ഞാൽ സ്വീറ്റാണ്, ഒരു തരം ഇങ്ങനെ റൗണ്ട് ആയിരിക്കും, പിന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ കോൺകേവ് അല്ലേ, ആ ഷേപ്പിൽ ഇങ്ങനെ പ്രസ് ചെയ്ത പോലത്തെ ഒരു ഷേപ്പ്. ബാലുഷാഹി റഗ്ദി ഗൈ ഹോ അങ്ങനെയാണ് തോന്നിയത്. हाँ दीदी बोली, लालकंड बनावट में ബാലുഷാഹി की तरह ही होते हैं. ആ ശരിയാണ്, അതിൻ്റെ സ്ട്രക്ചർ അല്ലേ, ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്, ബാലുഷാഹിയെ പോലെ തന്നെയാണ്, റൗണ്ടും പിന്നെ രണ്ട് വശത്തുമായിട്ട് കോൺകേവ് ഷേപ്പ് അല്ലേ, യാനി ബീച്ച് മേ ദബേ ഹുए ഇങ്ങനെ പ്രസ് ചെയ്ത പോലെ കോൺകേവ് ഷേപ്പ്. पर रक्त की एक बूंद में इनकी संख्या लाखों में होती है. അപ്പോൾ രക്ത की एक बूंद में ഒരു തുള്ളി രക്തത്തിൽ ഇതിൻ്റെ നമ്പേഴ്സ് എങ്ങനെയായിരിക്കും, ലാഖോമേ ഹോത്തി ഹൈ അല്ലെ, ലക്ഷക്കണക്കിന് സെൽസാണുള്ളത്. यदि हम 1 मिलीमीटर रक्त लें तो उसमें हमें 40 से 55 लाख कण मिलेंगे. അപ്പോൾ 1 മില്ലിമീറ്റർ രക്തം ചോര എടുക്കുകയാണെങ്കിൽ അതിലെന്താണ് 40 മുതൽ 55 എന്താണ് ലക്ഷം അല്ലേ, ലക്ഷം കണങ്ങൾ ഞങ്ങൾക്ക് അവിടെ അതിൽ കാണാൻ സാധിക്കും. ഇൻകെ കാരൺ ഹി ഹമേ രക്ത് ലാൽ രംഗ് കാ നസർ ആത്താ ഹൈ. അതുകൊണ്ടാണ് ഞങ്ങളുടെ രക്തത്തിൻ്റെ കളർ എന്താണ്, റെഡാണ് അല്ലേ, നസർ ആത്താ ഹൈ, അത് കാണാൻ കാരണം, റെഡ് കളറായിട്ട് കാണാൻ കാരണം ഇതൊക്കെയാണ്. ये कण शरीर के लिए दिन रात काम करते हैं. അപ്പോൾ രാവും പകലും ഈ കണങ്ങൾ, ഈ സെൽസൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. सांस लेने पर साफ हवा से जो ऑक्सीजन तुम प्राप्त करते हो उसे शरीर के हर हिस्से में पहुंचाने का काम इन कणों का ही है. അപ്പോൾ ഞങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ എന്താണ്, ഓക്സിജനാണ് ഞങ്ങൾ വലിച്ചെടുക്കുന്നത് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തും പോകും. അപ്പോൾ ഓക്സിജൻ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ആ ഓക്സിജൻ എടുക്കുന്ന ആ വായുവിലുള്ള ഫ്രഷ് എയറിലുള്ള ആ ഓക്സിജൻ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും അല്ലേ എത്തിക്കുന്നത്. ഉസേ ശരീരത്തെ ഹർ ഹിസ്സേമേ, ഓരോ പാർട്ടിലും ഓരോ സൈഡിലും ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും എത്തിക്കുന്നത് ഈ രക്താണുക്കളാണ് അല്ലേ, ഈ റെഡ് ബ്ലഡ് സെൽസ് തന്നെയാണ് ഈ ഓക്സിജൻ ഞങ്ങളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തിൽ എത്തിക്കുന്നത്. ഇൻകാ ജീവൻ കാൽ ലഗ്ഭഗ് 4 മഹീനെ ഹോത്താ ഹെ. ഇതിൻ്റെ എന്താണ് ജീവകാലം എന്ന് പറഞ്ഞാൽ അത് എത്ര കാലം ജീവിക്കുമെന്നതാണ് പറയുന്നത് അല്ലേ. 4 മഹീനെ 4 മാസം ഉണ്ടാവും. അപ്പോൾ 4 महीने के होते होते ये नष्ट हो जाते हैं लेकिन एक साथ नहीं. അങ്ങനെ 4 മാസം ആവുമ്പോഴേക്കും അത് നശിക്കാൻ തുടങ്ങും അല്ലേ, ഇല്ലാതാവാൻ തുടങ്ങും. പക്ഷേ അത് വീണ്ടും എന്താണ് വരും, വീണ്ടും സെൽസ് ഫോം ചെയ്യപ്പെടും. ലേക്കിൻ ഏക് സാത്ത് നെയ്, ഒരുമിച്ചത് പോകത്തില്ല, ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പോകും, പിന്നെ വീണ്ടും അത് ഉണ്ടാവുകയും ചെയ്യും. ധീരെ ധീരെ കുച്ച് ആജ് കുച്ച് കൽ കുച്ച് ഉസ്സേ അഗലേ ദിൻ. അപ്പോൾ പതുക്കെ പതുക്കെ നാളെ, ഇന്നോ നാളെയും പിന്നെ അടുത്ത ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. തബ് തോ കുച്ച് ഹി മഹീനോ മേ യെ ഖത്മ ഹോ ജാത്തെ ഹോംഗെ എന്ന് അനിൽ പറഞ്ഞു. ഇത് കുറച്ച് ദിവസം കൊണ്ട് അപ്പോൾ ആകുമല്ലോ ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും സെൽസ് അല്ലേ. യെ സുൻകർ ഡോക്ടർ ദീദി മുസ്കുരാ ഉഠി ബോലി. അപ്പോൾ ചിരി വന്നു ചേച്ചിക്ക് അല്ലേ അത് കേട്ടിട്ട്. അപ്പം എന്താ പറഞ്ഞത്, നഹി ऐसा नहीं होता, शरीर में हर समय नए कण बनते रहते हैं जो नष्ट कणों का स्थान ले लेते हैं. അപ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ എന്താ പറ്റുന്നത്, ശരീരത്തിൽ ഓരോ സമയത്തും പുതിയ കണങ്ങൾ ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, പുതിയ സെൽസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയത് ഇങ്ങനെ ഇല്ലാതാകുമ്പോൾ പുതിയതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജോ നഷ്ട കണോക്ക സ്ഥാനിലെത്തി, അങ്ങനെ നശിച്ചു പോയ ഇല്ലാതായ ആ സെൽസിന് പകരം പുതിയ സെൽസ് വരും. हड्डियों के बीच के मज्जा में ऐसे बहुत से कारखाने होते हैं जो रक्त कणों के निर्माण कार्य में लगे रहते हैं. അപ്പോൾ ഹഡ്ഡിയോं के बीच, ഹഡ്ഡി എന്ന് പറഞ്ഞാൽ എല്ല് അല്ലേ, എല്ലുകളുടെ ആ ഇടയ്ക്ക്, എല്ലുകളുടെ ഇടയ്ക്ക് എന്താ ഉണ്ടാവുക, മജ്ജ എന്ന ഒരുതരം ലിക്വിഡ് അല്ലേ, അത് മജ്ജാമേ ऐसे बहुत से कारखाने होते हैं. ഒരു ഫാക്ടറിയെ പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെ മജ്ജ, ആ മജ്ജയിൽ എന്താ ഉണ്ടാവുക, രക്തകണോക്ക് നിർമ്മാണക്കാര്യ, അതായത് രക്തകണെന്ന ബ്ലഡ് സെൽസിൻ്റെ ഒരു എന്താണ് പ്രവർത്തനമാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് അല്ലേ, രക്തകണത്തിൻ്റെ ഫോർമേഷനാണ് ആ ഫാക്ടറിയിൽ നടക്കുന്നത്. ഇൻകെ ലിയേ ഇൻ കാർഖാനോं को प्रोटीन,
ലോഹ തത്വ और വിറ്റാമിൻ रूपी കച്ചേ മാൽ की ज़रूरत होती है. അപ്പോൾ ഇതിനായിട്ട് എന്താ വേണ്ടത്? കാർഖാനോക്കോ പ്രോട്ടീൻ വേണം, പിന്നെ ലോഹതത്വം എന്ന് പറഞ്ഞാൽ അയൺ അല്ലേ, പിന്നെ വിറ്റമിൻസ് വേണം. റുപ്പി കച്ചേ മാൽ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ. ഒരു ഫാക്ടറിയിൽ റോ മെറ്റീരിയൽസിൻ്റെ ആവശ്യമുണ്ട് അവിടെ നിർമ്മാണം നടക്കണമെങ്കിൽ അല്ലേ. അപ്പോൾ റോ മെറ്റീരിയൽസ് ആയിട്ട് എന്തിനാണ് കാണുന്നത്? പ്രോട്ടീനും അയണും വിറ്റമിൻസും. അപ്പോൾ ഇതൊക്കെ റോ മെറ്റീരിയലായിട്ട് ആ മജ്ജയിൽ അല്ലേ അതിന് ലഭിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അങ്ങനെ സെൽസ് ഫോം ചെയ്യും അല്ലേ. ആ സെൽസ്, അതായത് പഴയ സെൽസിനെ മാറ്റി പുതിയ സെൽസ് അവിടെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ സെൽസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? റോ മെറ്റീരിയൽസ്, അതായത് ശരീരത്തിന് പ്രോട്ടീനും അയണും വിറ്റമിൻസും ഒക്കെ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുപോലെ സെൽസും പുതിയ സെൽസും ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഈ പൗഷ്ടിക് ആഹാർ ലേത്തെ ഹോ? ഈ ചേച്ചി അനിലോണ്ട് ചോദിക്കുകയാണ്, ഈ പറയുന്ന പൗഷ്ടിക, അതായത് നല്ല പോഷക ഗുണമുള്ള ആഹാരങ്ങളൊക്കെ ഇത് കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അതായത് എങ്ങനെയുള്ളത്? ഹരി സബ്ജി, ഫൽ, दूध, अंडा और गोश्त में ये तत्व उपयुक्त मात्रा में होते हैं. അപ്പോൾ ഹരി സബ്ജി അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലേ, ഫ്രൂട്ട്സ്, പാല്, പിന്നെ മുട്ട, പിന്നെ ഗോഷ്ത് എന്ന് പറഞ്ഞാൽ മാംസം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉപയുക്ത മാത്രമേ, അതായത് ആവശ്യത്തിനുള്ള അളവിൽ അല്ലേ. ഉപയുക്തം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ ആവശ്യത്തിന് അളവിൽ ഉപയോഗിക്കുന്നുണ്ടോ, ആവശ്യമുള്ള അളവിൽ ഈ സാധനങ്ങളൊക്കെ, അതായത് ഹരി സബ്ജി, ഫൽ, ദൂത്, അണ്ട, ഗോഷ്ത്, ഇതൊക്കെ എന്താണ് ചെയ്യുക? ശരീരത്തിൽ പുതിയ സെൽസ് ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചേച്ചി ചോദിക്കുകയാണ്, അനിൽ ഇതൊക്കെ കഴിക്കാറുണ്ടോ? ഇതൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് അനിലിനെ. यदि कोई व्यक्ति उचित आहार ग्रहण नहीं करता तो इन कारखानों को आवश्यकता अनुसार कच्चा माल नहीं मिल पाता. ഇപ്പോൾ ആരെങ്കിലും ഈ ഉചിതമായിട്ടുള്ള ആഹാരം അല്ല, ആവശ്യത്തിനുള്ള പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരം ആവശ്യത്തിന് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഗ്രഹൺ കർണ എന്ന് പറഞ്ഞാൽ ഇൻടേക്ക് അല്ലേ, ഞങ്ങളുടെ ഫുഡ് ഇൻടേക്ക്, അത് ശരിയായ രീതിയിൽ പോഷകം അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ഫാക്ടറീസ് അല്ലേ, ഞങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഫാക്ടറി കാർഖാനോക്കോ ആവശ്യകത അനുസാർ, ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കച്ചാമാൽ, അതായത് റോ പ്രൊഡക്റ്റ്, അതായത് പ്രോട്ടീൻസും പ്രോട്ടീൻസും ഒക്കെ ഒന്നും കിട്ടത്തില്ല അല്ലേ, അയണും ഒന്നും കിട്ടാതെയാവും. കച്ചാമാൽ നഹി മിൽ പാത്ത. നതീജ യഹ് ഹോത്താ കി രക്ത് കൺ ബൻ നഹി പാത്തെ, രക്ത് മേ ഇൻകി കമി ഹോ ജാത്തി ഹെ. അങ്ങനെ ആവുമ്പോൾ എന്താ പറ്റുക? റിസൾട്ട്, നതീജ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട്? റെഡ് ബ്ലഡ് സെൽസ് ഫോം ആവത്തില്ല അല്ലേ. രക്ത് കൺ ബൻ നഹി പാത്തെ और രക്ത് മേ ഇൻകി കമി ഹോ ജാത്തി ഹെ. അപ്പോൾ രക്തത്തിൽ ഇതിൻ്റെ കുറവുകൾ സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ ലാൽ കണോക്കി ഇസി കമിക്കോ എനിമിയ कहते हैं. അപ്പോൾ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ആ കുറവിനെയാണ് എന്താണ് പറയുന്നത്? എനിമിയ എന്ന് പറയുന്നത്. तो क्या संतुलित आहार लेने मात्र से हम एनीमिया से बचे रह सकते हैं? അനിലിനെ സവാൽ കിയ. അപ്പോൾ അനിൽ എന്താ ചോദിച്ചത് ചേച്ചിയോട്? അപ്പോൾ സന്തുലിതമായിട്ടുള്ള ആഹാരം അല്ലേ, നല്ല കറക്റ്റ് അളവിൽ കറക്റ്റ് പോർഷൻസിൽ നല്ല പോഷകം അടങ്ങിയിട്ടുള്ള ഭക്ഷണം അല്ലേ, സന്തുലിതമായിട്ടുള്ള ആഹാരം ഞങ്ങൾ നല്ല മാത്രയിൽ കറക്റ്റ് അളവിൽ അല്ലേ കഴിക്കുകയാണെങ്കിൽ എനിമിയയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ദീദി ബോലി ഹാ യഹ് कहना काफ़ी हद तक सही होगा. ശരിക്കും അത് പറഞ്ഞത് ശരിയാണ് എന്ന് ചേച്ചി പറഞ്ഞു. അത് ഏകദേശം അല്ല, മുഴുവനായിട്ടും അത് ശരിയാണ് എന്ന് പറഞ്ഞു. यूँ तो एनीमिया बहुत से कारणों से हो सकता है, किंतु हमारे देश में इसका सबसे बड़ा कारण पौष्टिक आहार की कमी है. ഇതിൻ്റെ ഈ അനീമിയ വരാൻ കുറേ കാരണങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളുടെ ദേശത്തിൽ, അതായത് ഞങ്ങളുടെ ഇന്ത്യയിൽ എന്താണ് ഇത്? ഭക്ഷണത്തിലുണ്ടാകുന്ന, അതായത് പോഷകത്തിലുണ്ടാകുന്ന കുറവ് കാരണമാണ് ഞങ്ങളുടെ ഇന്ത്യയിൽ ഇത് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അല്ലേ, ഉണ്ടാവാൻ കാരണം. പൗഷ്ടിക് ആഹാർ കി കമി, പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരത്തിൻ്റെ കുറവാണ് ഇന്ത്യയിൽ അനീമിയ കൂടുതലായിട്ട് കാണാൻ കാരണം എന്ന് ചേച്ചി പറയുന്നത്. इसके अलावा इस रोग का एक और बड़ा कारण है पेट में कीड़ों का हो जाना. അപ്പോൾ ഒരു കാര്യം ഇതല്ലാതെ, അലാവ എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ വേറൊരു കാരണം കൂടിയിട്ട് എന്താണ് പറഞ്ഞത്? കീടോങ്കാവന. അത് കീട എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുഴുക്കൾ അല്ലേ, ഈ വയറ്റിലൊക്കെ ഇങ്ങനെ പുഴുക്കൾ ഉണ്ടാവത്തില്ലേ, കീട, കൃമി. അപ്പോൾ കീടോങ്ക ഹോ ജാന. ഈ कीड़े प्रायः दूषित जल
और खाद्य पदार्थों द्वारा हमारे शरीर में प्रवेश करते हैं. ആദ്യം എന്താ സംഭവിക്കുക, എങ്ങനെയാണ് ഇത് പ്രവേശിക്കുക? പ്രായഃ ദൂഷിത് ജൽ, അതായത് പൊല്യൂട്ടഡ് വാട്ടർ അല്ലേ, പൊല്യൂട്ടഡ് വെള്ളവും പിന്നെ ഖാദ്യപദാർത്ഥം, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അല്ലേ, നല്ല ഭക്ഷണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിക്കുന്ന ആ ഭക്ഷണം, അതായത് തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണം, അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ്, അതുവഴിയാണ് ദ്വാര ഹമാരെ ശരീരമേ പ്രവേശ് കർത്തേ, അത് ഞങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കും. ഈ നഖങ്ങളുടെ ഇടയിൽ ഒക്കെ ഇങ്ങനെ ഇത് നിൽക്കും അല്ല, അതിൻ്റെ എഗ്സ് ഒക്കെ നിന്നിട്ട്. അतः इनसे बचने के लिए यह आवश्यक है हम पूरी सफाई से बनाए गए खाद्य पदार्थ ही ग्रहण करें അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഇസ്സെ ബച്നെ എന്താണ് വേണ്ടത്, എന്താ ആവശ്യമായിട്ടുള്ളത്? ഞങ്ങൾ പൂരി തര സഫായി അല്ലേ, മുഴുവനായിട്ടും വൃത്തി, സഫായി വേണം അല്ലേ. സെ ബനായെ ഗയെ ഖാദ്യ പദാർത്ഥം, നല്ല വൃത്തിയിലുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. എപ്പോഴും ഭക്ഷണം അടച്ചു വയ്ക്കുക അല്ലേ, വെള്ളം തിളപ്പിച്ച് കുടിക്കുക. അപ്പോൾ भोजन करने से पूर्व अच्छी तरह से हाथ धो लें और साफ पानी ही पिएं. നല്ല വൃത്തിയുള്ള ഭക്ഷണം മാത്രമല്ല എന്താ ചെയ്യേണ്ടത്, ഭോജൻ കർണേസെ പൂർവ്, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത്, നല്ലവണ്ണം കൈകൾ കഴുകുക അല്ലേ. ഹാത്ത് ധോലെ ഓർ സാഫ് പാനി ഹി പിയെ, നല്ല ക്ലീൻ വാട്ടർ അല്ലേ, നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. और हाँ, अनिल एक किस्म के कीड़े भी हैं जिनके अंडे ज़मीन की ऊपरी सतह में पाए जाते हैं. इन अंडों से उत्पन्न हुए लार्वे त्वचा के रास्ते शरीर में प्रवेश कर आंतों में अपना घर बना लेते हैं. അപ്പോൾ പറയുകയാണ്, വേറൊരു തരത്തിലുള്ള പുഴുക്കളുമുണ്ട്, കീട അല്ലേ, കൃമികളുമുണ്ട്. എന്താ അത് ചെയ്യുക, അതിൻ്റെ എഗ്സ് അല്ലേ, ഈ ഭൂമിയിൽ ഞങ്ങൾ നിലത്തിൽ ഇങ്ങനെ ഭൂമിയുടെ മുകളിലായിട്ടുള്ള ആ നേരിയ പ്രതലത്തിൽ എന്താ ഉണ്ടാവുക, സത്തഹമേ പായേ ജാത്തേ, ഊപ്പരി സത്തഹമേ, അതായത് മുകളിലത്തെ ലെയറിൽ തന്നെ എന്താ ഉണ്ടാവുക, ഈ കീട മുട്ടകളിടും അല്ലേ, ഈ പുഴുക്കൾ മുട്ടകളിടും. ആ മുട്ടകൾ എന്താ പറ്റുക, ഞങ്ങളുടെ സ്കിന്നിൽ ഒട്ടിപ്പിടിച്ചിട്ട് അത് ഞങ്ങളുടെ എന്താണ് വയറ്റിലെത്താനും സാധ്യതയുണ്ട് അല്ലേ, കുടലിലെത്താൻ സാധ്യതയുണ്ട് എന്നാണ് ചേച്ചി പറഞ്ഞത്. कीड़े भी हैं जिनके अंडे ज़मीन की ऊपरी सतह में पाए जाते हैं. इन अंडों से उत्पन्न हुए लार्वे, അതിൽ നിന്നും ആ എഗ്ഗിൽ നിന്നും വരുന്ന ലാർവ എന്താ ചെയ്യുക, त्वचा के रास्ते शरीर में प्रवेश कर आंतों में എന്ന് പറഞ്ഞാൽ കുടലിലെത്താൻ സാധിക്കും അതിന് അല്ലേ. അതിൻ്റെ ലാർവ സ്കിന്നിലൂടെ അല്ലെ, കാലിൻ്റെ പാദങ്ങളുടെ അടി ഞങ്ങൾ ചെരുപ്പിടാതെയൊക്കെ നടക്കുമ്പോൾ സ്കിന്നിലൂടെ പ്രവേശിച്ച് ഞങ്ങളുടെ കുടലിൽ താമസമാക്കും അല്ലേ. അപ്പോൾ इससे बचने का सहज उपाय है कि शौच के लिए हम शौचालय का ही പ്രयोग करें और इधर उधर नंगे पैर न घूमें. അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള സഹജമായ ഒരു പ്രതിവിധി അല്ലേ, എന്താണ് ഉപാധി, എന്താണ് പ്രതിവിധി, है कि शौच के लिए हम शौचालय का ही प्रयोग करें. അതായത് ഡിഫിക്കേഷൻ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം അതിനായിട്ട് ഞങ്ങൾ ടോയ്ലറ്റ്സ് തന്നെ ഉപയോഗിക്കുക അല്ലേ. शौचालय का ही प्रयोग करें और इधर उधर नंगे पैर न घूमें. അപ്പോൾ ഞങ്ങൾ ചെരുപ്പിടാതെ നടക്കരുത് അല്ലേ, ചെരുപ്പിട്ട് തന്നെ നടക്കുക. ഈ മണ്ണിലൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ ചെരുപ്പിട്ട് നടക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് ചേച്ചി പറഞ്ഞു തന്നത്. दीदी यह तो बहुत ही महत्वपूर्ण बात बताई आपने. ചേച്ചി നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചേച്ചി ഇപ്പോൾ പറഞ്ഞു തന്നത് അല്ലേ, അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു തന്നത് എന്ന് അനിൽ പറഞ്ഞു. പൽ ഭർ സോച്ച് മെ ഡുബാ രഹാ, കുറച്ച് നിമിഷത്തേക്ക് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു അല്ലേ, സോച്ച് മെ ഡുബാ രഹാ, അതിൽ മുഴുകിയിരുന്നു. फिर बोला आपने बताया था कि रक्त में सफ़ेद कण और बिंबाणु प्लेटलेट कण भी होते हैं, शरीर में उनका क्या काम. അപ്പോൾ ഇപ്പോൾ ചേച്ചി എന്തിനെ പറ്റിയാണ് പറഞ്ഞു തന്നത്, റെഡ് ബ്ലഡ് സെൽസിനെ പറ്റി അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു അനിൽ, ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഈ വൈറ്റ് ബ്ലഡ് സെൽസിനെ പറ്റിയും പ്ലേറ്റ്ലെറ്റ്സിനെ പറ്റിയും ചേച്ചി പറഞ്ഞില്ല, അത് എന്തിനു വേണ്ടിയാണ് എന്ന്. ശരീർ में उनका क्या काम है आपने बताया था कि രക്തത്തിൽ സഫേദ് കണ്ണും പിന്നെ ബിംബാണു അല്ലേ, പ്ലേറ്റ്ലെറ്റ്സും ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞതല്ലേ. അപ്പോൾ ഈ ശരീരത്തിൽ ഇതിൻ്റെ എന്താണ് ആവശ്യം അല്ലേ, പ്ലേറ്റ്ലെറ്റ്സിൻ്റെയും വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെയും എന്താണ് ആവശ്യം എന്ന് അനിൽ ചോദിച്ചു.
दीदी बोली, सफ़ेद कण वास्तव में हमारे शरीर के वीर सिपाही हैं. ചേച്ചി പറഞ്ഞു വൈറ്റ് ബ്ലഡ് സെൽസ് ശരിക്കും പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്, ശരീരത്തിലെ വീരന്മാരായിട്ടുള്ള പടയാളികളാണ് അല്ലേ, സോൾജിയേഴ്സാണ്, वीर जवानमारान. जब रोगाणु शरीर पर धावा बोलने की कोशिश करते हैं तो सफ़ेद कण उनसे डटकर मुकाबला करते हैं और जहाँ तक संभव हो पाता है रोगाणुओं को भीतर घर नहीं करने देते. ആ സമയത്ത് ഈ വീർ സിപാഹികൾ, അതായത് സഫേദ് കൺ വൈറ്റ് ബ്ലഡ് സെൽസ് എന്താ ചെയ്യുക, രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ, ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലേ, ധാവാ ബോൽന എന്ന് പറഞ്ഞാൽ ആക്രമിക്കുക. അപ്പോൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ജബ് കോശിഷ് കർത്തേ ഹെൻ तो സഫേദ് കൺ വൈറ്റ് ബ്ലഡ് സെൽസ് എന്താ ചെയ്യുക, ഉൻസെ ഡട്കർ മുക്കാബല കർത്തേ ഹെൻ. ഡട്കർ എന്ന് പറഞ്ഞാൽ നല്ലോണം എന്താണ്, മത്സരിക്കും അല്ലേ, ശരിക്കും ഉറച്ച മത്സരമായിരിക്കും ആ സമയത്ത് ഇതിനെ അകത്തോട്ട് ഞങ്ങളുടെ ശരീരത്തിലോട്ട് കടത്താതിരിക്കാനായിട്ട് അല്ലേ. ഓർ ജഹാൻ തക് സംഭവ ഹോ പാത്താ ഹെ, കഴിയുന്നിടത്തോളം എന്താണ് ചെയ്യുക, രോഗാണുവും കോ ഭീതർ ഘർ നഹി കർനെ ദേത്തെ, ശരീരത്തിനുള്ളിൽ പ്രവേശിക്കാൻ ഇടവരുത്തത്തില്ല, പ്രവേശിക്കാൻ സമ്മതിക്കത്തില്ല ഈ രോഗാണുക്കളെ. അപ്പോൾ ബസ് संक्षेप में यूँ मान लो कि वे बहुत से रोगों से हमारी रक्षा करते हैं. बस संक्षेप में, संक्षेप എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്, ഈ വൈറ്റ് ബ്ലഡ് സെൽസ് എന്താണ് ചെയ്യുന്നത്, ബഹോത് സി രോഗോ സെ, കുറേയധികം രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അതായത് ഇമ്മ്യൂണിറ്റി അല്ലേ. और बिंबाणुओं का काम है चोट लगने पर रक्त जमाव क्रिया में मदद करना. रक्त जमाव എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ക്ലോട്ട് ചെയ്യണം, അല്ലെങ്കിൽ രക്തം എവിടെയെങ്കിലും ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ അത് ക്ലോട്ട് ചെയ്യാനായിട്ടാണ് അത് ഉപകരിക്കുന്നതെന്നാണ് ചേച്ചി പറഞ്ഞു തന്നത്. और बिंबाणुओं का काम है, बिंबाणु എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സ് അല്ലേ. और बिंबाणुओं का काम है चोट लगने पर രക്ത് ജമാവ് ക്രിയാമേ മദത് കർണ. അങ്ങനെ മുറിവുണ്ടാവുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് हेल्प ചെയ്യും. रक्त के तरल भाग प्लाज्मा में एक विशेष किस्म की प्रोटीन होती है जो रक्त वाहिका की कटी फटी दीवार में मकड़ी के जाले के समान एक जाला बुन देती है. അപ്പോൾ രക്തത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ പ്ലാസ്മ എന്ന ദ്രവരൂപത്തിലുള്ള ആ ഭാഗത്തിൽ എന്താ ഉണ്ടാവുക, വിശേഷ് കിസ്മ, പ്രത്യേക തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ അതെന്താ ചെയ്യുക, ഈ രക്തക്കുഴലുകൾ, രക്തവാഹിക എന്ന് പറഞ്ഞാൽ രക്തം ഇങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്ന ധമനികൾ അല്ലേ, രക്തവാഹിക, രക്തക്കുഴലുകൾ, ഉസ്കി കട്ടി ഫട്ടി ദിവാർമേ, അതായത് ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്ന ഇങ്ങനെ വെട്ടുകളുള്ള കട്ടി ഫട്ടി ദിവാർമേ മക്ടിക്ക് ജാലേക്ക് സമാൻ, ഈ സ്പൈഡറിൻ്റെ വെബൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ ജാലേക്ക് സമാൻ എക് ജാല ബുൻ ദേത്തി ഹെ, അതായത് നെറ്റ് പോലെ ഇങ്ങനെ ഫോം ചെയ്യും ആ പ്രോട്ടീൻ ആ രക്തക്കുഴലുകളുടെ ഉള്ളിൽ. എന്നിട്ട് എന്താ ചെയ്യുക, ബിംബാണു ഇസ് ജാലേ സെ ചിപക് ജാത്തെ, ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്താ ചെയ്യുക, ഈ രക്തക്കുഴലുകളുടെ ആ പ്രോട്ടീൻ ഫോം ചെയ്തിരിക്കുന്ന ആ വെബ് അല്ലേ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, ചിപക് ജാത്തെ ഹേ. और इस तरह दीवार में आई दरार भर जाती है. അപ്പോൾ ഈ രക്തക്കുഴലുകൾക്ക് വന്നിരിക്കുന്ന ആ വിടവുകൾ വരെ അത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ്, ബിംബാണു, പ്ലേറ്റ്ലെറ്റ്സ്. ദറാർ എന്ന് പറഞ്ഞാൽ ആ പൊട്ടൽ അല്ലേ, ആ പൊട്ടൽ വരെ അത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്, അവിടെ ഒട്ടിപ്പിടിച്ചിട്ട്. എന്താ, ബിംബാണു. ജിസ്സെ രക്ത് ബാഹർ നിക്കൽന ബന്ദ് ഹോ ജാത്ത ഹെ. അപ്പോൾ ഈ രക്തം എന്താണ് പുറത്തേക്ക് ഒഴുകുന്നത്, അത് ക്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് നിർത്തിവെക്കും അല്ലേ. അപ്പോൾ ചോര പുറത്തോട്ട്, ഇങ്ങനെ മുറിവൊക്കെ സംഭവിക്കുമ്പോൾ ചോര പുറത്ത് ഒഴുകത്തില്ല, അത് ക്ലോട്ടാവും അവിടെ. അതാണ് പ്ലേറ്റ്ലെറ്റ്സ് ചെയ്യുന്നത് എന്ന് ചേച്ചി പറഞ്ഞു തന്നു. अनिल बोला, दीदी लेकिन घाव गहरा हो तब तो खून बहता ही चला जाता है. പക്ഷെ ചേച്ചി ഈ മുറിവ് ഡീപ്പാവുമ്പോൾ, ഗഹര എന്ന് പറഞ്ഞാൽ ഡീപ്പ്, ഈ മുറിവ് നല്ല ഡീപ്പാവുമ്പോൾ ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമല്ലോ എപ്പോഴും എന്ന് പറഞ്ഞു. हाँ, ऐसे समय में उस व्यक्ति को जल्दी से डॉक्टर के पास ले जाना चाहिए. ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത്, ആ വ്യക്തിയെ വേഗത്തിൽ എവിടെയാണ് എത്തിക്കേണ്ടത്, ഡോക്ടറുടെ അടുത്തേക്ക് വേഗം എത്തിക്കാൻ ശ്രമിക്കണം. ज़रूरत समझने पर ऐसी स्थिति से निपटने के लिए कुछ टांके भी लगाने पड़ सकते हैं, किंतु डॉक्टर के पास पहुंचने तक के समय में चोट के स्थान पर कसकर एक साफ कपड़ा बांध देना चाहिए. അപ്പോൾ ആവശ്യം വന്നാൽ എന്താ ചെയ്യേണ്ടത്,
ऐसी स्थिति से निपटने के लिए കൈകാര്യം ചെയ്യാൻ ഇങ്ങനെ ഉണ്ടാവുന്ന സ്ഥിതി വരുമ്പോൾ എന്താ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? കുച്ച് ടാങ്കേ ബി ലഗാനെ പടത്തെ ഹേ, കുറച്ച് സ്റ്റിച്ചസിൻ്റെയും ആവശ്യം വരാറുണ്ട് അല്ലേ? വലിയ മുറിവൊക്കെ സംഭവിക്കുമ്പോൾ ഡോക്ടർ സ്റ്റിച്ച് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ കിന്തു ഡോക്ടർ കെ പാസ് പहुंचने तक के समय में ചോട്ട് കെ സ്ഥാൻ പർ എന്താ ചെയ്യേണ്ട? ഡോക്ടറുടെ അവിടെ എത്തുന്നത് വരെ ആ സ്ഥലത്തിന് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? എവിടെയെങ്കിലും നല്ല ഡീപ്പായിട്ട് കട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചോട്ട് കെ സ്ഥാൻ പർ കസ്കർ എക് സാഫ് കപ്പട ബാന്ധേന ചെയ്യേ, നല്ല ടൈറ്റായിട്ട് കസ്കർ അല്ലേ, ഒരു നല്ല ക്ലീൻ ക്ലോത്ത് ഇങ്ങനെ കെട്ടി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ദബാവ് പടനെ സേ രക്ത കാ ബഹന കം ഹോ ജാത്ത ഹൈ. ദബാവ് എന്ന് പറഞ്ഞാൽ അത് പ്രസ് ചെയ്യും അല്ലേ, പ്രസ് ചെയ്യുമ്പോൾ ആ രക്തത്തിൻ്റെ ഒഴുക്ക് അത്രയും കുറയും. ദബാവ് സേ रक्त का बहना ഒഴുക്ക് കുറയും, कम हो जाता है, जो उस व्यक्ति के लिए काफ़ी लाभप्रद സിദ്ധ ഹോ सकता है. അപ്പോൾ നല്ല ലാഭമായിരിക്കും. എന്താ ചെയ്യേണ്ടത്? നല്ലോണം പ്രസ് ചെയ്തിട്ട് വെക്കണം അല്ലേ? നല്ല ക്ലീൻ ക്ലോത്ത് എടുത്തിട്ട് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ രക്തം ഒഴുകുന്നത് നിൽക്കുകയും ചെയ്യും. ഡോക്ടറുടെ അവിടെ എത്തുന്നത് വരെ സേഫായിട്ട് നിൽക്കും, ലാഭപ്രദമാണ്. പിന്നെ കിന്തു അഗർ ബഹുത് അധിക് രക്ത ബഹ ജായേ तो उसे रक्त चढ़ाने की ज़रूरत भी पड़ सकती है. വളരെയധികം ചോര ഒഴുകി പോവുകയാണെങ്കിൽ എന്താണ് ആ സമയത്ത് ചെയ്യുന്നത്? രക്തം കൊടുക്കുക അല്ലേ? അധിക് രക്ത ബഹ ജായേ तो उसे रक्त चढ़ाने की ज़रूरत, അതായത് രക്തം കൊടുക്കേണ്ടതായിട്ട് വരും. ദീദിനെ समझाते हुए कहा, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അനിലിനെ कहा क्या ऐसे समय में किसी भी व्यक्ति का खून काम आ सकता है. അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും ബ്ലഡ് കൊടുക്കാൻ, ഏതൊരു വ്യക്തിക്കും ആ സമയത്ത് ബ്ലഡ് കൊടുക്കാൻ സാധിക്കുമോ? खून काम आ सकता है. दीदी बोली अनिल हर किसी का रक्त एक सा नहीं होता. എല്ലാവരുടെയും രക്തം ഒരുപോലെ ഉണ്ടാവണമെന്നില്ല അല്ലേ? ഗ്രൂപ്പ്സ് ഉണ്ടാവും, നിങ്ങൾക്കറിയാമല്ലോ. എ ഗ്രൂപ്പ് അല്ലേ, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, പിന്നെ എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്, അങ്ങനെയുണ്ട്, ഗ്രൂപ്പ്സ് ഉണ്ട്. ആർ എച്ച് ഫാക്ടറും ഉണ്ട്, എ പ്ലസ് അല്ലേ, എ നെഗറ്റീവ് അല്ലേ, പിന്നെന്താണ് ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, അതുമുണ്ട്. അപ്പോൾ कुछ विशेष गुणों के आधार पर रक्त को 4 मुख्य वर्गों में बांट दिया गया है. അപ്പോൾ വിശേഷ ഗുണം, അതിൻ്റേതായിട്ടുള്ള ഓരോ ഗുണങ്ങളുണ്ട്. എ ഗ്രൂപ്പിൻ്റെ, ബി ഗ്രൂപ്പിൻ്റെ അല്ലേ, ഒ ഗ്രൂപ്പിൻ്റെ, അപ്പോൾ അതിന് എ ബി ഗ്രൂപ്പ്, അപ്പോൾ ഇങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ 4 ഗ്രൂപ്പിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ വെച്ചിട്ടാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ आधार पर रक्त को 4 मुख्य वर्गों में बांट दिया गया है और ज़रूरतमंद व्यक्ति के रक्त समूह की जांच करने के बाद उसे उसी रक्त समूह का रक्त चढ़ाया जाता है. അപ്പോൾ ज़रूरतमंद ആർക്കാണോ ആവശ്യം അല്ലേ, എത്രയധികം ആവശ്യമാണ്, അതായത് ആർക്കാണോ ആവശ്യം ആ വ്യക്തിയുടെ രക്തസമൂഹം ഏത് ഗ്രൂപ്പാണ്, ആ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് അല്ലേ, നല്ല ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതേ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ തന്നെ രക്തമാണ് ആ വ്യക്തിക്ക് നൽകേണ്ടത്. लेकिन ज़रूरत के समय यदि उस रक्त समूह का कोई व्यक्ति मिले ही नहीं तब അനിലിനെ പൂച്ച. അപ്പോൾ ആവശ്യം വരുമ്പോൾ, നല്ല അത്യാവശ്യം വരുമ്പോൾ എന്താ ചെയ്യുക? ആ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ തന്നെ വ്യക്തി കിട്ടിയിട്ടില്ലെങ്കിലോ, ആ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടിയിട്ടില്ലെങ്കിലോ ആ സമയത്ത് എന്ത് ചെയ്യും എന്ന് അനിൽ ചോദിച്ചു. ऐसी आपात स्थिति के लिए ही ബ്ലഡ് ബാങ്ക് बनाए गए हैं. ചേച്ചി പറഞ്ഞു ഇങ്ങനെ അടിയന്തരാവസ്ഥ, അതായത് എമർജൻസി ഒക്കെ വരുമ്പോൾ തന്നെയാണ് ഈ ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. प्रायः हर बड़े अस्पताल में इस तरह के बैंक होते हैं जहां सभी प्रकार के रक्त समूहों का रक्त तैयार रखा जाता है. प्रायः हर बड़े अस्पताल में, അങ്ങനെ ഏകദേശം എല്ലാ വലിയ ഹോസ്പിറ്റലും ഇത് ബ്ലഡ് ബാങ്ക് ഉണ്ടാവും. ആ ബ്ലഡ് ബാങ്കിൽ എന്താണ്, എല്ലാ തരത്തിലുള്ള പ്രധാന തരത്തിലുള്ള എന്താണ് രക്തസമൂഹം, അതായത് ബ്ലഡ് ഗ്രൂപ്പ്സൊക്കെ ഉള്ള ബ്ലഡ് ഗ്രൂപ്പ്സൊക്കെ സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ किंतु इन ब्लड बैंकों में रक्त का भंडार सुरक्षित रहे, इसके लिए यह आवश्यक है कि हम समय समय पर रक्तदान करते रहें. दीदी ने कहा. അപ്പോൾ ചേച്ചി പറഞ്ഞു എല്ലാ ഹോസ്പിറ്റലും, മെയിനായിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലും ബ്ലഡ് ബാങ്ക്സ് ഉണ്ടാവാറുണ്ട്. ആ ബ്ലഡ് ബാങ്കിലാണെങ്കിലോ എല്ലാ തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ്സും, അതായത് എ ബി ഒ അങ്ങനെ 4 തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ്സും അവർ എല്ലാ ബ്ലഡ് ഗ്രൂപ്പ്സും അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആ ഭണ്ഡാർ സുരക്ഷിതമായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇസ്കെ ലിയേ യഹ് ആവശ്യക് ഹൈ. എന്താണ് ആവശ്യം?
സമയ സമയ पर रक्तदान करते रहे. അതായത് ഞങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അവിടെ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ ബ്ലഡ് സ്റ്റോർ ചെയ്യുകയും അത് ആവശ്യം വരുന്നതിനനുസരിച്ചിട്ട്, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് എൻ്റെ ഇപ്പോൾ എ ഗ്രൂപ്പ് ആണെങ്കിൽ ഞാനിപ്പോൾ രക്തം ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ബ്ലഡ് ആ ബ്ലഡ് ബാങ്കിൽ അവിടെ സുരക്ഷിതമായിട്ട് അവർ വെക്കും. അപ്പോൾ ആർക്കെങ്കിലും ആ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾക്ക് എമർജൻസി വരുമ്പോൾ, ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും എമർജൻസി വരുമ്പോൾ ആ ബ്ലഡ് അതിനായിട്ട് ഉപകരിക്കും. അപ്പോൾ എപ്പോഴും സമയ സമയ पर रक्तदान करते रहे എന്ന് ചേച്ചി മനസ്സിലാക്കി കൊടുത്തു അനിലിന്. क्या मैं अभी रक्तदान कर सकता हूँ? അനിലിനെ പൂച്ച. അനിൽ ചോദിച്ചു, അപ്പോൾ എനിക്കിപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് അനിൽ ചോദിച്ചു. രക്തദാനം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡൊണേഷൻ. नहीं अभी तुम छोटे हो, 18 वर्ष से अधिक उम्र के स्वस्थ व्यक्ति ही रक्तदान कर सकते हैं. ഇല്ല, നീ ഇപ്പോൾ ചെറുതാണ്, 18 വയസ്സുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. एक समय में उनसे लगभग 300 मिलीलीटर रक्त ही लिया जाता है. അപ്പോൾ ഒരു സമയത്ത് ബ്ലഡ് എടുക്കുകയാണെങ്കിൽ 300 मिली लीटर रक्तम മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ प्रायः यह समझा जाता है कि रक्तदान करने से कमज़ोरी हो जाएगी, किंतु यह विचार बिल्कुल निराधार है. അപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും എന്താണ് വിചാരിക്കാറ്? ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ വീക്ക്നെസ് വരും എന്നാണ്, അല്ലെ, കംസോരി ഹോ ജായേഗി എന്നാണ് വിചാരിക്കാറ്. പക്ഷേ ഇത് തെറ്റായ ധാരണയാണ്, അല്ലെ, നിരാധാർ ഹെ. ഹമാരാ ശരീർ ഇത്നാ രക്ത ഹോ തോ കുച്ച് ഹി ദിനോ മേ ബനാ ലേത്താ ഹെ. ഇത്രയും കുറച്ച് രക്തം ഞങ്ങളുടെ ശരീരം വേഗത്തിൽ നിർമ്മിച്ചെടുക്കും, അല്ലെ, ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കും. वैसे भी शरीर में लगभग 5 लीटर खून होता है. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ശരീരത്തിൽ 5 ലിറ്റർ രക്തം ഉണ്ടാവും. इसमें से यदि कुछ रक्त किसी ज़रूरतमंद व्यक्ति के लिए जीवन दान बन जाए तो इससे बड़ी बात क्या होगी? അപ്പോൾ इसमें से यदि कुछ, അതായത് 5 ലിറ്റർ രക്തം ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ട്, അല്ല, നാച്ചുറലി. അപ്പോൾ അതിൽ നിന്നും ഒരു 300 മില്ലി ലിറ്റർ ആർക്കെങ്കിലും അത് ഉപകരിക്കുകയാണെങ്കിൽ, അതായത് സറൂറത്ത്മന്ദ് വ്യക്തി, അത് അത്യാവശ്യമുള്ള, അല്ലേ, ഒരു വ്യക്തിക്ക് അത് ലഭിക്കുകയാണെങ്കിൽ അതൊരു ജീവിതത്തിലൊരു അനുഗ്രഹമാണ്, അല്ലേ, ലൈഫിലൊരു ബൂണാണ്, ജീവിതത്തിലൊരു അനുഗ്രഹമാണത്. ജീവൻ ദാൻ, അല്ലെ, ജീവിതത്തിന് ദാനമാണ് നൽകുന്നത് ഞങ്ങൾ. ബഞ്ചായേ തോ ഇസ്സേ ബഡി ബാത് ക്യാ ഹോഗി? ഇതിനേക്കാൾ വലിയ കാര്യമായിട്ട് എന്തുണ്ട്, അല്ലേ? ദീദി സംജാത്തെ ഹുയി ബോലി. അതായത് രക്തദാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി ചേച്ചി അനിലിനെ പറഞ്ഞ് മനസ്സിലാക്കി. फिर तो बड़ा होने पर मैं नियमित रूप से रक्तदान किया करूँगा, अनिल ने कहा. അങ്ങനെയാണെങ്കിൽ ഞാൻ നിയമിത് രൂപ, അതായത് പതിവായി വലുതാവുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും എന്ന് അനിൽ പറഞ്ഞു. ഷാബാഷ് അനിൽ, ഡോക്ടർ ദീദിനെ അനിൽ കി പീഠ് ഠോക്തേ ഹുവേ കഹ. അങ്ങനെ ഇങ്ങനെ പുറമീനെ തട്ടിയിട്ട് നന്നായി എന്ന് പറഞ്ഞു. അതായത് ഷാബാഷ് അനിൽ, അതായത് പുകഴ്ത്തി എൻകറേജ് ചെയ്തു, അല്ലേ, ചേച്ചി എൻകറേജ് ചെയ്തിട്ട് പറഞ്ഞു ഷാബാഷ് അനിൽ എന്ന് പറഞ്ഞു. रक्त के बहाव को रोकने के लिए क्या करना चाहिए? ചോരയുടെ ആ ഒഴുക്കൽ, എവിടെയെങ്കിലും മുറിയുമ്പോൾ ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒഴുക്ക് കൂടുതലാണെങ്കിൽ അതിനെ നിർത്താനായിട്ട്, അല്ലെ, ബഹാവ് കോ റോക്നെ കെ ലിയെ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രക്ത കെ ബഹാവ് കോ റോക്നെ കെ ലിയെ ഉസ് സ്ഥാൻ പർ കസ്കർ സാഫ് കപ്പട ബാന്ധ് ദേനാ ചാഹിയെ. അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? കസ്കർ, അതായത് നല്ല മുറുക്കെ നല്ല വൃത്തിയുള്ള തുണി എടുത്ത് കെട്ടേണ്ടതാണ്. പിന്നെ ക്യൂങ്കി ദബാവ് പടനെ പർ രക്ത ക ബഹന കം ഹോ ജാത്ത. അപ്പോൾ ദബാവ്, അതായത് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ കെട്ടുമ്പോൾ അത് അതിൽ ബലം വീഴും, അല്ലെ. അപ്പോൾ ദബാവ് പടനെ പർ രക്ത ക ബഹന, അങ്ങനെ ചോര ഒഴുകുന്നത് കുറയും. जो उस व्यक्ति के लिए बड़ा लाभप्रद सिद्ध होता है, फिर जल्दी ही हमें उस व्यक्ति को डॉक्टर के पास ले जाना चाहिए. അത് ആ വ്യക്തിയെ ഉപകരിക്കും. പിന്നെ എങ്ങനെയെങ്കിലും വേഗം ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കേണ്ടതാണ്. खून को भानुमति का पिटारा क्यों कहा जाता है? എന്തിനാണ് ചോര, രക്തത്തിനെ ഭാനുമതി കാ പിട്ടാര എന്ന് വിളിക്കുന്നത്? ഭാനുമതി കാ പിട്ടാര हिंदी में एक लोकोक्ति है जिसका अर्थ है एक पिटारे में कई तरह की वस्तुएं, അല്ലേ. ലോകോക്തി ഹെ कि ഈ സാധാരണ പറയുന്ന ആൾക്കാരുടെ ഇടയിൽ പറയുന്ന കാര്യമാണിത്, അല്ലേ, ലോകോക്തി. ഒരു പഴഞ്ചൊല്ല ആൾക്കാരുടെ ഭാനുമതി കാ പിട്ടാര എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഏക് പിട്ടാരമേ കൈ തരക്കി വസ്തുയും, ഒരു പാത്രത്തിൽ കുറേ തരത്തിലുള്ള വസ്തുക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിനെയാണ് ഭാനുമതി കാ പിട്ടാര എന്ന് ഇങ്ങനെ പറയുന്നത്.
खून को भानुमति का पिटारा कहा जाता है क्योंकि यदि सूक्ष्मदर्शी से खून की एक बूंद को जांचा जाए तो उसमें लाखों की संख्या में लाल रक्तकण मौजूद मिलेंगे. അപ്പോൾ ഒരു തുള്ളി രക്തം എടുത്തിട്ട് ഞങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിലൂടെ എന്താ കാണാൻ സാധിക്കും? അതിൽ കുറേ അധികം അല്ലേ വെറൈറ്റിയിലുള്ള സാധനങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജിസ്കി ഹം കൽപ്പന ഭി നെയ് കർ സക്ത. അതിനെ ഒന്ന് എന്താണ് ഇമാജിൻ പോലും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ട്. അപ്പോൾ इसके अलावा कुछ कण सफ़ेद तथा कुछ रंगीन होते हैं और तरल भाग प्लाज्मा होता है. रंगीन कण प्लाज्मा में തേർത്തെ रहते हैं. അപ്പോൾ ആ പ്ലാസ്മയുണ്ട്, പിന്നെ ഈ എന്തൊക്കെയുള്ള വൈറ്റ് ബ്ലഡ് സെൽസും റെഡ് ബ്ലഡ് സെൽസ് അല്ലേ, പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ इन्हीं विविधताओं के कारण खून को भानुमति का पिटारा कहा जाता है. അപ്പോൾ ഈ അതിൻ്റെ വൈവിധ്യം കാരണം അതിനെ ഭാനുമതി का पिटारा എന്നാണ് വിളിക്കുന്നത്. एनीमिया से बचने के लिए हमें क्या क्या करना चाहिए? എനീമിയ വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിട്ട് എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എനീമിയ വരാതിരിക്കാനും എന്താണ് ചെയ്യേണ്ടത്? എനീമിയ से बचने के लिए हमें പൗഷ്ടിക് ആഹാർ കാ സേവൻ കർണ ചെയ്യും. പൗഷ്ടിക് ആഹാർ, പൗഷ്ടിക് എന്ന് പറഞ്ഞാൽ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഞങ്ങൾ കഴിക്കണം അല്ലേ. हमें अपने भोजन में उचित मात्रा में हरी सब्जियाँ, फल, दूध, अंडे व गोश्त खाना चाहिए. അതായത് ഞങ്ങളുടെ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? സബ്ജിയാം, ഹരി സബ്ജിയാം അല്ലേ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പാല്, പിന്നെ മുട്ട, ഗോശ്ത്, മാംസം അല്ലേ, എല്ലാം ഉൾപ്പെടുത്താനാണ് പറയുന്നത്. താക്കി ഹമാരെ ശരീർ കോ പ്രോട്ടീൻ, लौह तत्व और विटामिन मिलते रहे जिससे हमारे शरीर में रक्त की कमी न हो. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോഴാണ് ഞങ്ങളുടെ ശരീരത്തിന് പ്രോട്ടീനും അയണും പിന്നെ വിറ്റമിൻസും ഒക്കെ ലഭിക്കുക. അപ്പോൾ ജിസ്സെ ഹമാരെ ശരീർ മേ രക്ത കി കമി ന ഹോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് ഞങ്ങളുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ കുറവ് വരത്തില്ല. അപ്പോൾ രക്തത്തിൻ്റെ കുറവ് കാരണം വരുന്ന അസുഖമാണ് എനീമിയ അല്ലേ. അപ്പോൾ അനീമിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഭക്ഷണങ്ങൾ, അതായത് ഹരി സബ്ജിയാം, ഫൽ, ദൂത്, അണ്ടേ വ ഗോശ്ത് ഖാനാ ചാഹിയെ എന്നാണ് പറയുന്നത്. पेट में कीड़े क्यों हो जाते हैं? इनसे कैसे बचा जा सकता है? ഈ വയറിൽ കൃമികൾ അല്ലെ, പുഴുക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം? അപ്പോൾ पेट में कीड़े दूषित पानी और दूषित खाद्य पदार्थों के कारण होते हैं. അപ്പോൾ ഈ വയറിൽ ഇത് കൃമികൾ വരാൻ കാരണം എന്താണ്? ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എന്താണ് ചീത്തയായിട്ടുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. इससे बचने के लिए हम सफाई से बने खाद्य पदार्थों का सेवन करना चाहिए. നല്ല ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാവൂ. भोजन करने से पहले हमें अच्छी तरह से हाथ धो लेना चाहिए एवं സാഫ് ജൽ ഹി പീനാ ചാഹിയെ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം കൈകൾ കഴുകിയിട്ട് വേണം കഴിക്കാൻ. അതുമാത്രമല്ല വെള്ളം നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം, അതായത് നല്ലോണം ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള തണുപ്പിച്ച് ആറ്റിയ വെള്ളമാണ് കുടിക്കേണ്ടത്. കുച്ച് കീടോं के लार्वे ज़मीन की ऊपरी सतह पर भी होते हैं. അപ്പോൾ കുറച്ച് കീടങ്ങൾ, അതായത് കുറച്ച് കൃമികളുടെ അതിൻ്റെയൊക്കെ ലാർവകൾ അല്ലേ, ലാർവകൾ ഈ ഭൂമിയിൽ നിലത്തിങ്ങനെ എന്താണ് ഊപ്പരി സത്തപ്പർ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ആ ലെയറിൽ തന്നെ അവർ മുട്ടകളിടും. ആ മുട്ടകൾ ലാർവകളായിട്ട് മാറിയിട്ട് ആ ലാർവകൾ ഞങ്ങളുടെ സ്കിന്നിലൂടെ പ്രവേശിച്ച് ശരീരത്തിൽ പ്രവേശിക്കും, അങ്ങനെ കുടലിൽ താമസമാക്കും. അപ്പോൾ ഈ കുച്ച് കീടോं के लार्वे ज़मीन की ऊपरी सतह पर भी होते हैं इसलिए नंगे पैर इधर उधर नहीं घूमना चाहिए. അപ്പോൾ ചെരുപ്പുകളിടാതെ അവിടെ ഇവിടെ നടക്കരുത്. പിന്നെ शौचालय का इस्तेमाल करने के पश्चात साबुन से भली भांति हाथ पैर धोने चाहिए. പിന്നെ ശൗചാലയം, അതായത് മലമൂത്ര വിസർജനം ടോയ്ലറ്റിൽ മാത്രമേ ചെയ്യാവൂ. അതുമാത്രമല്ല അതിനുശേഷം ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം കൈകളും കാലുകളും നല്ലോണം കഴുകണം. പിന്നെ इस प्रकार के कुछ सफाई संबंधित उपाय करने से हम पेट के कीड़ों से बीमार होने से बच सकते हैं. അപ്പോൾ ഇങ്ങനെയുള്ള എന്താണ് വൃത്തിയുമായിട്ടുള്ള സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഞങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. അതായത് ഈ കൃമികൾ വയറിൽ അതായത് കൃമികൾ വയറിൽ വരുന്നതിൽ നിന്നും കുടലിൽ ഇങ്ങനെ കൃമികൾ വരുന്നതിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും.
രക്ത के सफ़ेद कणों को वीर सिपाही क्यों कहा गया है? രക്തത്തിലെ വൈറ്റ് ബ്ലഡ് സെൽസിനെ എന്തുകൊണ്ടാണ് വീർ സിപ്പാഹി എന്ന് വിളിക്കുന്നത്? रक्त के सफ़ेद कणों को वीर सिपाही कहा गया है क्योंकि यह रोगों के कीटाणुओं को ശരീർ में घुसने नहीं देते. ഇതെന്താണ് ചെയ്യുന്നത്? രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളെ, അല്ലേ? അപ്പോൾ ഒരു സോൾജിയറിനെ പോലെ, വീരന്മാരെ പോലെ ഞങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരീരത്തിൽ ഞങ്ങളെ രോഗാണുക്കൾ കടക്കാതെ അതിനെ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ആ കാര്യക്ഷമത ഇല്ലാതാക്കും, അല്ലേ? ശിഥിൽക്കർ ഉൻസെ ഡട്കർ മുക്കാബല കത്ത്, അങ്ങനെ മത്സരിച്ച് അതിനെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ്. ഈ രോഗാണുക്കൾ അങ്ങനെ അകത്ത് ശരീരത്തിൽ കയറാതെ അത് സംരക്ഷിക്കുന്നു. അപ്പോൾ ഇമ്മ്യൂണിറ്റി, അല്ലേ? ഇസ് പ്രകാർ വെ ബഹുത് സെ രോഗോं से हमारी रक्षा करते हैं. അങ്ങനെ കുറേ രോഗങ്ങളിൽ നിന്നും അത് ഞങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ വീർ സിപ്പാഹി എന്ന് വൈറ്റ് ബ്ലഡ് സെൽസിനെ പറയുന്നത്. ബ്ലഡ് ബാങ്ക് മേ രക്തദാൻ സെ ക്യാ ലാഭ ഹെ? ബ്ലഡ് ബാങ്കിൽ രക്തം ഞങ്ങൾ കൊടുക്കുമ്പോൾ, അതായത് ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ലാഭം? ബ്ലഡ് बैंक में दान किए गए रक्त को आपातकालीन स्थिति के लिए सुरक्षित रखा जाता है. അപ്പോൾ ഞങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്ന ഈ ബ്ലഡ് എപ്പോഴും എമർജൻസിക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്ലഡ് ബാങ്കിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ किसी भी व्यक्ति को रक्त की आवश्यकता पड़े तो उसके लिए किसी भी रक्त समूह का रक्त ब्लड बैंक से लिया जा सकता है. അപ്പോൾ എല്ലാ തരത്തിലുള്ള, അതായത് ഈ 4 ഗ്രൂപ്പിലുള്ള ബ്ലഡിൻ്റെ ഗ്രൂപ്പും അവിടെ ഉണ്ടാവും, അല്ലേ? അവർ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, ഏതെങ്കിലും വ്യക്തിക്ക് ഏതെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് ആവശ്യം വന്നാൽ അതായത് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇസ്സെ മരീസ് കി ജാൻ ബച്ച് സക്തി, അങ്ങനെ രോഗിയെ രക്ഷിക്കാൻ സാധിക്കും. सांस लेने पर साफ हवा से ऑक्सीजन प्राप्त होती है. उसे शरीर के हर हिस्से निम्न लिखे हुए में से कौन पहुंचाता है? सफ़ेद कण, लाल कण, सांस नाली या फेफड़े? അപ്പോൾ ഞങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ ഈ നല്ല ഫ്രഷ് എയറിൽ ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ ഓക്സിജൻ അത് മുഴുവനായിട്ട് ശരീരത്തിൽ ഓരോരോ പാർട്സിലും, അല്ലെ, ബോഡിയുടെ ഓരോ പാർട്സിലും ഈ ഓക്സിജൻ എത്തിക്കുന്നത് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? അതായത് സഫേദ് കൺ, വൈറ്റ് ബ്ലഡ് സെൽസ് ആണോ, റെഡ് ബ്ലഡ് സെൽസ് ആണോ, അതോ ശ്വാസനാളിയാണോ, അതോ ലങ്സ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. सांस लेने पर शुद्ध वायु से जो ऑक्सीजन प्राप्त होती है उसे हर हिस्से में लाल रक्तकण पहुंचाते हैं. ശ്വാസം എടുക്കുമ്പോൾ ശുദ്ധവായുവിൽ നിന്നും കിട്ടുന്ന ഓക്സിജൻ ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്ന ജോലി ആരാ ചെയ്യുന്നത്? റെഡ് ബ്ലഡ് സെൽസ് ആണ്. भाषा की बात. 4 महीने के होते होते ये नष्ट हो जाते हैं. इस वाक्य को ध्यान से पढ़िए. इस वाक्य में होते होते के प्रयोग से यह बताया गया है कि 4 महीने से पूर्व ही ये नष्ट हो जाते हैं. അപ്പോൾ അവിടെ ഈ വാക്യം ഞങ്ങൾ വായിക്കുമ്പോൾ എന്താണ് അതിൽ മനസ്സിലാവുന്നത്? അത് ആവുമ്പോഴേക്കും, അല്ലെ, 4 മാസം ആവുമ്പോഴേക്കും, ആ അർത്ഥമാണ് അവിടെ വരുന്നത്. 4 മഹീനയ്ക്ക് ഹോത്തെ ഹോത്തെ ഈ നഷ്ടോ ജാത്തെ. അപ്പോൾ 4 മാസം ആവുമ്പോഴേക്കും അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്, അല്ലേ? അപ്പോൾ ये बताया गया है कि 4 महीने से पूर्व ही ये नष्ट हो जाते हैं. 4 മാസം ആകുന്നതിന് മുമ്പേ അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ इस तरह के 5 वाक्य बनाइए जिनमें इन शब्दों का प्रयोग हो. ഈ താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദങ്ങൾ വരുന്നത് പോലെ വാക്യത്തെ പ്രയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. बनते बनते, पहुँचते पहुँचते, लेते लेते, करते करते. सीता के विवाह की बात बनते बनते बिगड़ गई. बनते बनते बिगड़ गई. അപ്പോൾ ഇത് ശരിയായിട്ട് വരുമ്പോഴേക്കും, അല്ലെ, കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി വരുമ്പോഴേക്കും അത് എന്താണ്? ഇല്ലാതായി. അത് നടന്നില്ല, അല്ലേ? വിവാഹം നടന്നിട്ടില്ല. മേ താജ്മഹൽ പਹੁँचते पहुँचते रह गया. അപ്പോൾ എത്തിയിട്ടില്ല എന്നർത്ഥമാണ് അവിടെ വരുന്നത്. താജ്മഹൽ അവിടെ എത്തിയിട്ടില്ല. മേ താജ്മഹൽ പਹੁँचते पहुँचते रह गया. താജ്മഹൽ എത്തുന്നതിന് മുമ്പ് തന്നെ, അതായത് എത്താൻ സാധിച്ചില്ല എന്നാണ് അർത്ഥം. വ ലാൽ സാടി ലേത്തെ ലേത്തെ രह गई. അപ്പോൾ ലാൽ സാരി, ആ റെഡ് കളറിൻ്റെ സാരി മേടിക്കാൻ സാധിച്ചില്ല എന്നർത്ഥമാണ് അവിടെ വരുന്നത്. ലാൽ സാരി ലേത്തെ ലേത്തെ രह गई. സുബഹ സെ ഘർ കി സഫായി കർത്തെ കർത്തെ थक गई. അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കുമ്പോഴേക്കും ക്ഷീണിച്ചു. അപ്പോൾ കംപ്ലീറ്റ് വൃത്തിയാക്കാൻ സാധിച്ചില്ല എന്ന അർത്ഥത്തിൽ, അല്ലേ? സുബഹ സെ ഘർ കി സഫായി കർത്തെ കർത്തെ थक गई. അപ്പോൾ അതേ അർത്ഥമാണ് 4 മഹീനയ്ക്ക് ഹോത്തെ ഹോത്തെ നഷ്ട ഹോ ജാത്തെ ഹെ. അപ്പോൾ 4 മാസം ആവുന്നതിന് മുമ്പേ എന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. इन प्रयोगों को पढ़िए. सड़क के किनारे किनारे पेड़ लगे हैं. किनारे किनारे
എന്ന് പറഞ്ഞാൽ അരികിൽ എന്നർത്ഥമാണ്. ദൂർ ദൂർ തക് വർഷ ഹോഗി എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ എന്നർത്ഥമാണ്. ഇൻ വാക്യോं में होते होते की तरह किनारे किनारे और दूर दूर शब्द दोहराए गए हैं. അങ്ങനെ റിപ്പീറ്റ് ആവുന്നുണ്ടല്ലോ ഒരേ വേർഡ്. അപ്പോൾ ഹർ വാക്യമേ अर्थ भिन्न है, പക്ഷേ എല്ലാത്തിലും അർത്ഥം വ്യത്യസ്തമാണ്. അപ്പോൾ കിനാരെ കിനാരെ का अर्थ है കിനാരെ से लगा हुआ, അങ്ങനെ അരികിലൂടെ എന്നർത്ഥം. और दूर दूर तक എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് സെൻറ്റൻസ് बहुत दूर तक, വളരെ ദൂരെ വരെ എന്ന അർത്ഥം. അപ്പോൾ आप भी निम्नलिखित शब्दों का प्रयोग करते हुए वाक्य बनाए और उनके अर्थ लिखे. അതിൻ്റെ അർത്ഥവും പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ മെഷീൻ ठीक ठीक काम करती है, ठीक ठीक ഏകദേശം അല്ലേ, അതായത് കുഴപ്പമില്ലാത്ത രീതിയിൽ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നർത്ഥമാണ് അവിടെ വരുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലേ. ബിനാ കൊയ് മുഷ്കിൽ കെ യാ ബിനാ കൊയ് റോക്കെ വോ മെഷീൻ കാം കർത്തി ഹെ, ആ അർത്ഥമാണ് വരുന്നത്. അപ്പോൾ റീത്ത യ ഘടി ഘടി കാ റോന ठीक बात नहीं है. റീത്ത ഈ ഇടയ്ക്കിടയ്ക്കുള്ള കരച്ചിലല്ലേ, ബീച്ച് ബീച്ച് മേ ജോ റോത്തി ജാത്തി, അതായത് ഘടി ഘടി മേ ഘടി ഘടി കാ റോന, ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കരച്ചിലല്ലേ, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. യഹാ പർ ആപ്കോ കഹീ കഹീ പർ ഹി ദുക്കാനെ നസർ ആയെങ്കി. കഹീ കഹീ പർ എന്നാണ് നല്ല വിരളമാണ്, അതായത് എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ കടകളുള്ളൂ, അതായത് വളരെ കുറവ് എന്നർത്ഥമാണ് അവിടെ വരുന്നത്. ആജ്കൽ ഘർ ഘർ മേ അപഹരണകർത്താവോ കി ചർച്ച ഹെ. അപ്പോൾ ഓരോ വീടുകളിലും, ഘർ ഘർ മെന്ന് ഓരോ വീടുകളിലും ഈ അപഹരണകർത്ത, അതായത് കിഡ്നാപ്പേഴ്സിൻ്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, ഓരോ വീടുകളിലും എന്ന അർത്ഥമാണ്. മാ ജൽദി ബത്താവോ ബാസാർ സെ ക്യാ ക്യാ ലാനാ ഹെ, എന്തൊക്കെ കൊണ്ടുവരണം എന്നാണ് കുട്ടി അപ്പോൾ മാ ജൽദി ബത്താവോ ബാസാർ സെ ക്യാ ക്യാ ലാനാ ഹെ, എന്തൊക്കെ എന്ന അർത്ഥമാണ് ക്യാ ക്യാ ലാനാ ഹെ എന്നർത്ഥം അവിടെ വരുന്നത്. ഓക്കെ, इस पाठ में दिए गए मुहावरों और कहावतों को पढ़िए और वाक्यों में प्रयोग कीजिए. ഭാനുമതി കാ പിട്ടാര, ദസ്തക് ദേന, ധാവ ബോൽന, ഘർ കർന, പീഠ് ടോക്ന. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ പഴഞ്ചൊല്ലുകൾ, ഈ കഥയിൽ ഈ പാഠത്തിലുണ്ടായിരുന്ന പഴഞ്ചൊല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് വാക്യത്തെ പ്രയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മേരി നാനി കാ സന്ദൂക് തോ ഭാനുമതി കാ പിട്ടാര, അതായത് എൻ്റെ അമ്മൂമ്മയുടെ ബോക്സ് ഭാനുമതി കാ പിട്ടാര, അതായത് എല്ലാ വിധത്തിലുള്ള സാധനങ്ങൾ അതിലുണ്ട് എന്ന അർത്ഥത്തിലാണ് ഭാനുമതി കാ പിട്ടാര എന്ന് പറയുന്നത്. ആധി രാത് കോ ദർവാസെ പർ ദസ്തക് സെ പരിവാർ കെ സാരെ ലോഗ് ഘബറാ ഉഠെ. ദസ്തക് ദേന എന്ന് പറഞ്ഞാൽ കൊട്ടുക അല്ലെ, കഥകിനെ കൊട്ടുക എന്ന രീതിയിൽ. അപ്പോൾ അർദ്ധരാത്രിയിൽ ആരോ കഥക് കൊട്ടിയപ്പോൾ ഞങ്ങളുടെ ഫാമിലി മുഴുവനും പേടിച്ചു. ലുട്ടേരോനെ ഗാവ് പർ ആധി രാത് കോ ധാവ ബോൽ ദിയ. ലുട്ടേര എന്ന് പറഞ്ഞാൽ കൊള്ളക്കാർ ഞങ്ങളുടെ ഗ്രാമത്തിൽ അർദ്ധരാത്രിയിൽ ആക്രമിച്ചു എന്ന അർത്ഥത്തിലാണ് ധാവ ബോൽന, ആക്രമണം നടത്തി എന്ന രീതിയിൽ. മെഹങ്കായി കെ രാക്ഷസിനെ ഹമാരെ ദേശ് മേ ഘർ കർ റക്കാ ഹെ. മെഹങ്കായി എന്ന് പറഞ്ഞാൽ ചെലവ് അല്ലേ, അത് ഈ രാജ്യത്ത് എപ്പോഴും ഉള്ളതാണ് എന്നർത്ഥത്തിലാണ് ഘർ കർ റക്കാ ഹെ എന്ന് പറയുന്നത്. ചെലവ് എന്നത് രാക്ഷസനുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്, അത് ഇവിടെ സ്ഥിരമാണ് എന്നർത്ഥത്തിലാണ് ഘർ കർ റക്കാ ഹെ എന്ന് പറയുന്നത്. മംഗൾ അഭിയാൻ കി സഫലത കെ ലിയെ പ്രധാനമന്ത്രിനെ സഭി വൈജ്ഞാനിക്കോ കി പീഠ് ठोकी. അതായത് മംഗൾ അഭിയാൻ സക്സസ് ആയതിന് പിന്നിൽ അല്ലേ പ്രധാനമന്ത്രി എല്ലാ സയൻറ്റിസ്റ്റിനെയും പ്രശംസിച്ചു എന്ന അർത്ഥത്തിൽ അല്ലെ, എൻകറേജ് ചെയ്യാനായിട്ട് പ്രശംസിച്ചു എന്ന രീതിയിലാണ് ഇവിടെ പീഠ് ടോക്ന, അതായത് വൈജ്ഞാനിकों പീഠ് ടോക്കി എന്ന് ഉപയോഗം വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്